ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് മേരി. ഞാൻ പാക്കം സെൻറ്റ് ആരണീസ് ഇടവക അംഗമാണ്. എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ നാല് മക്കളുമാണുള്ളത്. മൂത്തത് 3 ആൺമക്കളും ഇളയത് മോളുമാണുള്ളത്. മൂത്ത മകൻ കല്യാണം കഴിഞ്ഞ് അവനും ഭാര്യയും 2 മക്കളും കോഴിക്കോട്ടാണ്, ജോലി സംബന്ധമായിട്ട് അവിടെയാണ് താമസിക്കുന്നത്. രണ്ടാമത്തെ മകൻ അവൻ പോലീസിൽ ജോലി കിട്ടി, അവന് ഇപ്പം കൽപ്പറ്റയാണ് ജോലി ചെയ്യുന്നത്. മൂന്നാമത്തെ മകന് അവന് സെമിനാരിയിൽ പോയിരിക്കുകയാണ്, ഇപ്പം മക്കിയാട് സെമിനാരിയിലാണുള്ളത്. ഇളയത് മോള്, അവളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഞാൻ മാതാവിലേക്ക് വന്ന കാര്യം പറയുകയാണെങ്കിൽ, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു പള്ളി. അതുകൊണ്ട് ഞാൻ മിക്ക ദിവസങ്ങളിലും പള്ളിയിൽ നിന്ന് പോകുമായിരുന്നു. പള്ളിയിലൊക്കെ പോയിട്ട് കഴിയാണ് പിന്നെ സ്കൂളും അടുത്തായതുകൊണ്ട് വീട്ടിൽ പള്ളിയിൽ പോകാനും സ്കൂളിൽ പോകാനും ഒക്കെ നല്ല സൗകര്യമായിരുന്നു. അങ്ങനെ പോകുമായിരുന്നു. എൻ്റെ പ്രായത്തിൻ്റെ ആ സമയത്ത് എൻ്റെ പ്രായത്തിലുള്ളവരുടെയൊക്കെ ഇടയിൽ വെച്ച് ഞാൻ പഠിക്കാൻ ആദ്യം ഇച്ചിരി പഠിക്കാൻ പുറകോട്ടായിരുന്നു. പിന്നെ ഈ മാതാവിനോടുള്ള ഭക്തിയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നന്നായിട്ട് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടാകുകയൊക്കെ ചെയ്ത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് SSLC പാസ്സാകണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു. കാരണം എൻ്റെ പ്രായത്തിലുള്ള അധികം പേരൊന്നും അങ്ങനെ SSLC ഒന്നും പാസ്സായിട്ടില്ല. ട്യൂഷന് പോകാനുള്ള സൗകര്യമില്ല, സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങളൊക്കെ ഉള്ളത് കൊണ്ട്. അപ്പോൾ എനിക്കൊരു തീവ്രമായിട്ട് ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒന്ന് SSLC എങ്ങനെയും പാസ്സാകണം എന്നുള്ള. അതുകൊണ്ട് ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയും കൊന്ത ചൊല്ലുകയൊക്കെ ചെയ്യായിരുന്നു. അങ്ങനെ ഞാൻ 75 SSLC പാസ്സായി. പിന്നെ മുമ്പോട്ടുള്ള പഠിത്തങ്ങളിലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. മുമ്പോട്ടുള്ളത് പ്രീ ഡിഗ്രി കഴിയുകയൊക്കെ ചെയ്തത്, പഠിക്കുകയും പാസ്സാകുകയൊക്കെ ചെയ്തത് ഒക്കെ മാതാവിൻ്റെ മധ്യസ്ഥം തേടി തന്നെയാണ് ഞാൻ ഡിഗ്രി പാസ്സാകുകയും പിന്നെ ടൈപ്പ് പാസ്സാകുകയൊക്കെ ചെയ്തത്. പക്ഷേ ജോലിയിലേക്കൊന്നും പോകാനൊന്നും സാധിച്ചില്ല, ജോലിയൊന്നും കിട്ടിയതൊന്നുമില്ല. അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ ഒരു അനുഭവം. ഇപ്പോൾ എന്ത് കാര്യവും പ്രാർത്ഥിച്ചാലും, മാതാവ് വഴി പ്രാർത്ഥിച്ചാലും ഈശോയോട് പ്രാർത്ഥിച്ചാലും എല്ലാ കാര്യവും സാധിച്ചു കിട്ടുമെന്നുള്ളൊരു ബോധ്യം എനിക്ക് വന്നു. എന്നെ പാക്കം ഇടവകയിലേക്കാണ് കല്യാണം കഴിച്ചുകൊണ്ട് വന്നത്. പക്ഷേ എനിക്ക് ആദ്യകാലത്തൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. ഒരു ജോലി കിട്ടാത്തതിൻ്റെ ഒരു വിഷമവും സങ്കടവും എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ജോലിക്ക് വേണ്ടി ഞാൻ കുറേ ശ്രമിക്കുകയും പരീക്ഷ എഴുതുകയൊക്കെ ഞാൻ ചെയ്തത്. പക്ഷേ എന്തുകൊണ്ട് എനിക്ക് ജോലിയൊന്നും കിട്ടിയില്ല. അങ്ങനെ കല്യാണം കഴിഞ്ഞ് പിന്നെ മക്കളായി, 4 മക്കളുണ്ട്. മക്കളായി കഴിഞ്ഞപ്പോൾ പിന്നെ ജോലിയെക്കുറിച്ചുള്ള ചിന്തകൾ, പിന്നെ മക്കളെ നോക്കാനൊന്നും ആളില്ലാത്തത് കൊണ്ടും, പിന്നെ വേറെ മക്കളെ നോക്കാൻ ആളില്ല. പിന്നെ ഒന്നാമത്തെ കാര്യം അത്. പിന്നെ ഭർത്താവ് ജോലിക്ക് പോകുന്നത് കൊണ്ട് പിന്നെ ജോലിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ ക്രമേണ അങ്ങ് വിട്ടു. പിന്നെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും തുടങ്ങി. അങ്ങനെ മക്കളെ അറിവായി വരുന്നതനുസരിച്ച് എൻ്റെ വിശ്വാസം, മാതാവിലുള്ള വിശ്വാസം മക്കളിലേക്ക് ചെറുപ്പത്തിൽ വിശ്വാസം കൊടുത്തു തന്നെയാണ് ഞാൻ വളർത്തിയത്. ദിവസം എല്ലാവരും ഒരുമിച്ചിരുന്ന് കൊന്ത ചെല്ലാനും സന്ധ്യാപ്രാർത്ഥനയിൽ എല്ലാവരും ഒരുമിച്ച് ആണ് പാട്ടും പാടി ദിവസവും സന്ധ്യാപ്രാർത്ഥന ഞങ്ങൾ ചൊല്ലിക്കൊണ്ടിരുന്നത്. അങ്ങനെ ചെറുപ്പത്തിലെ മക്കളിലേക്ക് വിശ്വാസത്തിലേക്ക് ആഴപ്പെടുത്താൻ എനിക്ക് പറ്റി. എല്ലാവരും നല്ല ഭക്തിയിലൊക്കെ തന്നെയാണ്. അങ്ങനെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മൂത്തവന് SSLCയുടെ ആ സമയത്താണെന്ന് പറഞ്ഞാൽ പരീക്ഷയുടെ സമയത്താണ് അവന് പഠിച്ചുകൊണ്ട് പോയത്. എന്തോ അവന് എത്ര വിഷമമായിട്ട് അവന് പഠിച്ചുകൊണ്ട് പോയത് ആൻസർ ചെയ്യാൻ പറ്റിയില്ല. അപ്പം അവന് അവിടെ ഇരുന്ന് നന്മ നിറഞ്ഞറിയും ചൊല്ലി പ്രാർത്ഥിച്ച്, പരിശുദ്ധമറിയും ചൊല്ലി പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ അവന് ഓർമ്മയിൽ വന്ന് പഠിച്ച കാര്യങ്ങൾ തന്നെ അവനത് എഴുതാൻ പറ്റിയെന്ന് അവൻ എന്നോട് വന്ന് പറയുകയുണ്ടായി. അങ്ങനെ മക്കൾ നല്ല നിലയിൽ പഠിക്കാനും അവർക്ക് മുന്നോട്ടുള്ള പഠിത്തത്തിനൊക്കെ അത് വലിയൊരു അനുഗ്രഹമായി തീർന്നു. മക്കളൊക്കെ നന്നായിട്ട് കൊന്തയിലും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് അവന് ബിടെക്കിന് ഒക്കെ പോയി. ആ സമയത്തൊക്കെ ഞാൻ ഉപവാസം എടുത്ത് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് ഉപവാസം എടുത്തെന്ന് പറഞ്ഞാൽ ആഴ്ചയിലൊരിക്കലും അല്ലെങ്കിൽ എപ്പോഴെങ്കിലും എന്തൊരു ആവശ്യം വരുന്ന സമയത്ത് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. കൂടുതൽ ജപമാല ഞാൻ ചൊല്ലുമായിരുന്നു. അവന് വേണ്ടി എൻ്റെ ആഗ്രഹം ഒരു ജോലി കിട്ടുക എന്നുള്ള എൻ്റെ ആഗ്രഹം സാധിച്ചില്ല. ഇനി മക്കളിലൂടെ അത് സാധിച്ചു കിട്ടണം എന്നുള്ള ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ മനസ്സിലന്നൊക്കെ. അങ്ങനെ അവന് പിന്നെ SSLC കഴിഞ്ഞ് +2 കഴിയുന്ന അപ്പം തന്നെ ആ സമയത്ത് തന്നെ അവൻ പഠിച്ച സ്കൂളിൽ തന്നെ എൻട്രൻസ് കോച്ചിങ് ഉണ്ടായിരുന്നു. അവനവിടെ തന്നെ +1 +2 ഒപ്പം തന്നെ എൻട്രൻസ് കോച്ചിങ്ങും കഴിഞ്ഞ് അവന് ബിടെക്കിന് അഡ്മിഷൻ കിട്ടി. അവന് പാലക്കാട് പോയി പഠിച്ച് പാസ്സാകുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് അങ്ങനെ MIT-യിലൊക്കെ ജോലി ഒരു 3-4 വർഷമൊക്കെ ജോലി
ചെറിയൊരു ജോലിയൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ബാങ്ക് ടെസ്റ്റ് എഴുതി ബാങ്കിലൊക്കെ കയറിയത്. അവന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കും, ഉപവാസം എടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് അതിൻ്റെ ഫലമായിട്ടാണ് അവന് ജോലി കിട്ടിയത്. മകന് നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, പഠിക്കുകയും ചെയ്യുമായിരുന്നു, നന്നായിട്ട് പഠിക്കുകയും ചെയ്യുമായിരുന്നു, നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. പിന്നെ രണ്ടാമത്തെ മകന് അവന് വേണ്ടിയിട്ട് ഇതേപോലെ ആയിരുന്നു. അവന് വേണ്ടി ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ എനിക്ക് ഒരു ജോലി കിട്ടിയില്ല, എൻ്റെ മക്കൾക്കെങ്കിലും നല്ലൊരു ജോലി കിട്ടി കാണണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹത്തിന് പ്രകാരം വെച്ചിട്ട് അവന് വേണ്ടി ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. ഉപവാസം എടുത്ത് തന്നെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ദിവസം പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. പറ്റുമ്പോഴൊക്കെ മക്കൾ ഓരോ പരീക്ഷ എഴുതാൻ പോകുമ്പോഴും എനിക്ക് പറ്റാവുന്നിടത്തോളം കൊന്ത ഞാൻ ചൊല്ലുമായിരുന്നു. എത്രയെന്ന് എനിക്ക് കണക്കില്ലാത്ത വിധത്തിൽ. കാരണം അത്രയും വിഷമവും നിരാശ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അന്ന് ഞാൻ ജോലിയില്ലാത്ത കിട്ടാത്ത കാര്യത്തെക്കുറിച്ചൊക്കെ വിഷമിക്കും. എൻ്റെ ഭർത്താവ് പറയുമായിരുന്നു, നീ വിഷമിക്കൊന്നും വേണ്ട, മക്കളെ ആരാ നോക്കുന്നത്, മക്കളെ നോക്കാൻ ആളില്ലല്ലോ, അപ്പോൾ ഒരാൾക്കെങ്കിലും ജോലി ഉണ്ടല്ലോ, അതുകൊണ്ട് നീ സമാധാനിക്ക്, മക്കളെ നന്നായിട്ട് വളർത്തി അവർക്ക് പഠിപ്പിച്ചെന്ന് അവർക്ക് നല്ലൊരു ജോലി കിട്ടിയ അതല്ലേ നല്ലതെന്ന് പറഞ്ഞു എന്നോട്. ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ ശരിയാണ്. ഞാൻ എന്തെങ്കിലും ജോലി കിട്ടി അതോ പോയി കഴിഞ്ഞാൽ മക്കളെ ആരും നോക്കൂ എന്നുള്ള ചിന്തയായിരുന്നു എൻ്റെ മനസ്സ് മുഴുവനും. പിന്നെ ഞാൻ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച്. രണ്ടാമത്തെ മകനും ഇതേപോലെ തന്നെ അവനും ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം അവനും പിന്നെ ഇനി PGക്ക് പഠിക്കണ കാര്യം പറഞ്ഞപ്പോൾ പപ്പ അവനോട് PGക്ക് പോകേണ്ട കാര്യം പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു വേണ്ട, ഒരു ജോലിയല്ല ആവശ്യമൊന്നും പറഞ്ഞിട്ട് അവൻ വീട്ടിലിരുന്ന് ഇങ്ങനെ പഠിക്കും. 2-3 വർഷത്തോളം അവൻ സ്ഥിരം വീട്ടിലിരുന്ന് തന്നെ, വീട്ടിൽ പുറത്തൊന്നും അങ്ങനെ അത് ഇറങ്ങുക തന്നെയില്ല. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വരും, രാവിലെ പള്ളിയിൽ പോകും, ദിവസങ്ങളിലൊക്കെ പള്ളി അടുത്തായതുകൊണ്ട് പള്ളിയിലൊക്കെ പോകും, അങ്ങനെ ചെയ്യും. വീട്ടിലിരുന്ന് തന്നെ അവന് പിന്നെ പഠിക്കൽ തന്നെ. എന്തെങ്കിലും അത്യാവശ്യമുള്ള കാര്യത്തിൽ മാത്രമേ അവൻ പുറത്തിറങ്ങി വരുമായിരുന്നുള്ളൂ. അങ്ങനെ അവനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ച്, ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ച്. അതുപോലെ തന്നെ അവന് PSC മുഖേനയാണ് അവന് ഇപ്പം പോലീസിലേക്ക് ജോലി കിട്ടി. ഇപ്പോൾ കൽപ്പറ്റയിൽ സൈബർ സെല്ലിൽ അവൻ ജോലി കിട്ടി. ഇതുവരെ കിട്ടിയതൊക്കെ മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹം തന്നെയാണ്. എത്രമാത്രം വിശ്വാസത്തിൽ ആഴപ്പെടാൻ പറ്റും അത്രയും അത് മക്കളിലേക്ക് ആ വിശ്വാസം പകർന്നു കൊടുക്കാനും അവരെ വിശ്വാസത്തിൽ വളർത്താനും മാതാവിൻ്റെ ഭക്തിയിൽ വളർന്നു വരാനും ഒക്കെ അതൊക്കെ കാരണമായി. മാതാവിന് തന്ന വലിയൊരു അനുഗ്രഹമാണ്. കൊന്ത ചൊല്ലിക്കൊണ്ടൊക്കെ ഇരിക്കുന്ന ആ സമയത്ത്, ധാരാളം കൊന്തയൊക്കെ ചൊല്ലുമെന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ, ആ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് മാതാവ് ഒരു ചിന്ത തന്നിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ ഭർത്താവിന് ഒരു ഷുഗർ പേഷ്യൻ്റായിരുന്നു. 10-26 വർഷമായിട്ട് ഷുഗറുണ്ട്. അപ്പോൾ അതിന് മരുന്ന് കഴിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ദിവസം ചെക്കപ്പിന് പോയ സമയത്ത്, മരുന്ന് മേടിച്ച് പുറത്ത് നിൽക്കുന്ന സമയത്ത് ഒരു നമ്പറും കൊടുത്തിട്ട് ഒരു സൗജന്യ ഹൃദയ ശസ്ത്രക്രിയയുടെ കാര്യം കൊടുത്തിട്ട് ഒരു നോട്ടീസ് ബോർഡ് അവിടെ കണ്ടു. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് തന്നെ നമ്പറൊന്ന് സേവ് ചെയ്ത് വെക്കാം, നമുക്കൊന്ന് വിളിച്ച് നോക്കാം, ഇപ്പോൾ ഷുഗറൊക്കെ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായില്ലേ, നമുക്കൊന്ന് ചെക്കപ്പ് ചെയ്ത് നോക്കാം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഭർത്താവ് സമ്മതിച്ചില്ല, വേണ്ട, അപ്പം ഞാൻ ഇപ്പോൾ മരുന്ന് കഴിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത്, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. എൻ്റെ നിർബന്ധത്താലെ നമ്പറൊക്കെ എടുത്ത് വന്ന് പിറ്റേ ദിവസം പോയിട്ട് ഇവിടെ ECG എടുത്ത്, ECG TMT ഒക്കെയാണ് അവർ പറഞ്ഞത്. ECG എടുത്തപ്പോൾ തന്നെ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. പിന്നെ TMT എടുപ്പിച്ചില്ല. പിറ്റേ ദിവസം വന്ന് ആൻജിയോഗ്രാം ചെയ്യാം എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം പോയിട്ട് ആൻജിയോഗ്രാം ചെയ്യുമ്പം ഹാർട്ടിന് നല്ല ബ്ലോക്ക് തന്നെയാണ്. 85% ബ്ലോക്കുണ്ട്. ഓപ്പറേഷൻ അല്ലാതെ ഇനി മരുന്ന് കൊണ്ടൊന്നും പറ്റില്ല, ഓപ്പറേഷൻ തന്നെ വേണമെന്ന് ഡോക്ടർ അവിടെ നിന്ന് തന്നെ ആൻജിയോഗ്രാം ചെയ്തിട്ട് എല്ലാം അവർ വിശകലനം ചെയ്തിട്ട് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് റെഫറൻസ് ലെറ്ററൊക്കെ മേടിച്ച് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയി. മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞിട്ട് എല്ലാ പരിശോധനകളൊക്കെ നടത്തി. അങ്ങനെ 2017 ഓപ്പറേഷൻ നടക്കുന്നത്, ബൈപ്പാസ് സർജറി നടക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നുമ്പം മുതൽ ഓരോ ഡോക്ടർമാർ പരിശോധിക്കുമ്പോഴും ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വരാൻ ഇട വന്നത്, ഇനി വല്ല തലകറങ്ങി വീണോ, കുഴഞ്ഞു വീഴുവോ, അല്ലെങ്കിൽ വല്ല അറ്റാക്ക് വരികയോ ഒക്കെ ചെയ്തോ, പിന്നെ എങ്ങനെയാണ് നിങ്ങളിവിടെ വരാൻ ഇടയായെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, ഇവിടെ ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത്രയും ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു, ഇനിയിപ്പം ബൈപ്പാസ് അല്ലാണ്ട് യാതൊരു വഴിയില്ലെന്നാണ് പറഞ്ഞത്, മരുന്ന് കൊണ്ട് നിൽക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു. ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ടും കാര്യമില്ലെന്നാണ് ഡോക്ടർ എന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് വന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് തന്നെ സംശയമായി. സാധാരണ എന്തെങ്കിലും ഒന്ന് കുഴഞ്ഞു വീഴുവോ, അതല്ലെങ്കിൽ ഒരു അറ്റാക്ക് കഴിയുമ്പോഴൊക്കെയാണ് ആൾക്കാർ വേഗം എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ അവിടെ അത്ര ഇങ്ങനെ പോകാനും 2017 ഓപ്പറേഷൻ കഴിയാനും ഒക്കെ സഹായിച്ച പരിശുദ്ധ അമ്മയാണ്. ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, ഇങ്ങനെ സുഖമില്ലാത്തത് കൊണ്ട് എനിക്ക് മനസ്സിൽ വലിയ വിഷമമായിരുന്നു. എന്നാലും ഞാനിങ്ങനെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് മാതാവ് ഒരു വെളിപാട് എനിക്ക് തന്നതാണ്, എന്തായാലും ചെക്കപ്പ് ചെയ്ത് നോക്കണം എന്നൊക്കെ ഉള്ളത്. പുള്ളി സമ്മതിച്ചില്ല. എന്നിട്ട് എൻ്റെ നിർബന്ധത്താലേ കൊണ്ടുപോയി. അപ്പോൾ അത് കണ്ടുപിടിക്കാനൊക്കെ സമയത്തിന് അത് കണ്ടുപിടിക്കാനും സർജറി നടത്തി ഒരു അറ്റാക്ക് വരാതെ തന്നെ ഓപ്പറേഷൻ ചെയ്ത് സുഖപ്പെടാനൊക്കെ ഇടയാക്കി. അങ്ങനെ 2017 ഓപ്പറേഷൻ കഴിഞ്ഞ്. അതെനിക്ക് വലിയൊരു അനുഭവമായിരുന്നു. എത്ര നമ്മൾ പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥനയിൽ എത്രമാത്രം ആഴപ്പെടുന്നു, മാതാവിന് എത്രമാത്രം ചേർന്ന് നിൽക്കുന്നതോ, നമുക്ക് മുമ്പിലുള്ള തടസ്സങ്ങൾ, ബന്ധനങ്ങൾ ഒക്കെ അമ്മ മാറ്റി തരുമെന്നുള്ള ഒരു ബോധ്യം എനിക്കന്ന് കിട്ടി.
മാതാവ് വഴി എനിക്ക് കിട്ടിയൊരു വലിയൊരു സാക്ഷ്യത്തെക്കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. 2000 എൻ്റെ ഒരു മാല എനിക്ക് നഷ്ടപ്പെട്ടു പോയായിരുന്നു. ഒരു നെക്ലസ് മാല എനിക്ക് നഷ്ടപ്പെട്ടു പോയായിരുന്നു. റൂട്ടിലാണ് വീണ് പോയത്. ഒരു യാത്ര പോകുമ്പോഴാണ് അത് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത്. കുറേ ദൂരമൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞാനത് അറിയുന്നത്, എൻ്റെ മാല നഷ്ടപ്പെട്ടു പോയ വിവരം. പിന്നീട് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആരോടാ ചോദിക്കുക, പെരുവഴിയിൽ വീണ് പോയ കാര്യമല്ലേ, അതുകൊണ്ട് ആരോടാ ചോദിക്കാമെന്ന് യാതൊരു പിടിയില്ലായിരുന്നു. എന്നിട്ട് ഞാൻ ഒത്തിരി വിഷമിക്കുക, സങ്കടപ്പെടുകയൊക്കെ ചെയ്ത് എന്തായാലും എനിക്ക് ആ മാല തിരിച്ചു കിട്ടണം എന്നുള്ള ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്നിട്ട് ഞാൻ ഇതുപോലെ തന്നെ ഞാനിവിടെ വന്നിട്ട് പിന്നെ കൊന്ത ചൊല്ലുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് എന്ത് തന്നെ ആയാലും എനിക്ക് അതിൻ്റെ മാല തിരിച്ചു കിട്ടണം എന്നുള്ള ഒരാഗ്രഹമായിരുന്നു എൻ്റെ മനസ്സിൽ. ഒരു കാരണവശാലും നഷ്ടപ്പെടാൻ പാടില്ല, കാരണം വീട്ടിൽ നിന്ന് തന്നതല്ലേ, അത് നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ള എന്നും സൂക്ഷിച്ച് വെക്കേണ്ട ഒരു കാര്യമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് നഷ്ടപ്പെട്ട അന്ന് മുതൽ ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയും എന്നും കൊന്തയിൽ എത്ര കൊന്ത ചെല്ലാൻ പറ്റും അത്രയും കൊന്ത ഞാൻ ചൊല്ലിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എന്നിട്ടൊരു നേർച്ച നേർന്നു, ഈ മാല എനിക്ക് എപ്പോഴെങ്കിലും തിരിച്ചു കിട്ടുന്ന അവസരത്തിൽ ഈ മാലയുടെ ഒരു കഷ്ണം മുറിച്ചെടുത്ത് ഒരു ചെറിയൊരു മോതിരം ഉണ്ടാക്കി ഞാൻ മാതാവിൻ്റെ കയ്യെ കൊണ്ട് ഇടുമെന്നൊരു നേർച്ച ഞാനന്ന് നേരുകയും ചെയ്തു. അങ്ങനെ നേർച്ച നേർന്ന് കഴിഞ്ഞ് 1 വർഷമോ 1.5 വർഷമൊക്കെ കഴിഞ്ഞ് അപ്പോൾ ആ മാല കിട്ടിയ ആൾ ദിവസം പള്ളിയിൽ കഴിഞ്ഞ് അവരെ പള്ളിയിൽ പോയി കുർബാനയെല്ലാം കഴിഞ്ഞ് അയൽവക്കത്തൊരു ചേട്ടത്തിനെയൊക്കെ കൂട്ടിക്കൊണ്ട് ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് വന്ന് നിങ്ങളുടെ ഒരു മാല എനിക്ക് കിട്ടിയിട്ടുണ്ട്, അത് ആരുടെയാണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല, പക്ഷേ അങ്ങനെയാണ് ഇവിടെ പള്ളിയിൽ വിളിച്ച് പറയുന്നതൊക്കെ ഞാൻ കേട്ട്, നിങ്ങൾ ഒരു മാല നഷ്ടപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അത് നിങ്ങളുടെ ആണോ എന്നൊന്നും എനിക്ക് ഉറപ്പില്ല, അത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എൻ്റെ മാലയാണ്, നെക്ലസ് മാലയാണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞ് അത് പണയനാണ്, ഞാൻ പിന്നീട് എടുപ്പിച്ച് തരാം എന്നൊക്കെ പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്തു. ഞാൻ പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് അത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞപ്പം ഇതുപോലെ തന്നെ അവർ ബാങ്കിൽ നിന്ന് മാലയൊക്കെ എടുപ്പിച്ച് അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു അമ്മച്ചീനെയും കൂട്ടിക്കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ മാല നോക്ക്, ഇത് നിങ്ങളുടെതാണോ എന്നൊന്നും എനിക്ക് ഉറപ്പില്ല, അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഉറപ്പുണ്ട്, എൻ്റെ മാല എനിക്കറിയാം, അപ്പോൾ എൻ്റെ ബില്ലുണ്ട് എൻ്റെ കയ്യിൽ, മാല നെക്ലസ് വാങ്ങി എൻ്റെ ബില്ലൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, അതൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തു, ഇതാണ് മാല. പിന്നെ ആ മാല ഇട്ടിട്ട് എൻ്റെ ഒരു ഫോട്ടോയും ഉണ്ടായിരുന്നു, ഞാനും എൻ്റെ ഭർത്താവ് കൂടെ നിൽക്കുന്നൊരു ഫോട്ടോയും ഉണ്ടായിരുന്നു. ആ ഫോട്ടോയും കാണിച്ചു കൊടുത്ത്, ഇതാണ് ആ മാല, ഇതല്ലേ നിങ്ങൾക്ക് കിട്ടിയ മാലയെന്ന് ചോദിച്ചു. പിന്നെ അവർ സമ്മതിച്ച്. അങ്ങനെ ആ മാല എനിക്ക് തിരിച്ചു കിട്ടി. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു, പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുന്നു. അമ്മയോട് പ്രാർത്ഥിച്ചാൽ അത് എന്ത് കാര്യം നടക്കുമെന്നുള്ളത് എനിക്ക് ഉറപ്പായി. എനിക്കെന്തെങ്കിലും മനസ്സിന് പ്രയാസ വിഷമങ്ങളൊക്കെ ഉള്ള സമയത്ത് ഞാൻ എൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും ഇവിടെ എൻ്റെ ഇടവക പള്ളിയിൽ വന്ന് ഒരു കുർബാന മധ്യയാണ് എല്ലാ കാര്യങ്ങളും ഞാൻ പരിശുദ്ധ അമ്മയോട് ഈശോയോട് ഞാൻ പറയാറുള്ളത്. എൻ്റെ മനസ്സിൽ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പണ്ടത്തെ ഒരു ആഗ്രഹമായിരുന്നു ജോലി കിട്ടുക എന്നുള്ളത്, അത് കിട്ടിയില്ല. പിന്നെ ആ ആഗ്രഹമൊക്കെ ഉപേക്ഷിച്ചു. പിന്നെ എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്ന വലിയൊരു ആഗ്രഹമാണ്, എല്ലാ വീട്ടിൽ നിന്നും മക്കളൊക്കെ സെമിനാരിൽ പോകുന്നു, പെൺകുട്ടികൾ സിസ്റ്റേഴ്സ് ആകാനൊക്കെ പോകുന്നു. ദൈവം എനിക്ക് 4 മക്കളെ തന്നു. പക്ഷേ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ദൈവവിളി ഇല്ലാതെ പോയല്ലോ എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലിങ്ങനെ വല്ലാതെ ഭാരമായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. ഞാനിതേക്കുറിച്ച് ആരോടൊന്നും പറഞ്ഞൊന്നുമില്ല. പള്ളി വരുമ്പം കുർബാന മധ്യേ ഈ കാര്യം ഇങ്ങനെ ഈശോയോട് പറയും, അമ്മയോട് പറയും. ഞാനിങ്ങനെ കൊന്തയിലെയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സമയത്ത്, ഞങ്ങളൊരു പ്രാർത്ഥന ഗ്രൂപ്പിലിരിക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബ്രദർ കൗൺസിലറൊക്കെയാണ്, പുള്ളി എന്നോട് പറഞ്ഞ് പെട്ടെന്ന് അവന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവൻ പറഞ്ഞ്, എടാ നിനക്ക് ദൈവവിളിയാണല്ലോ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു, നിനക്ക് ദൈവവിളിയാണല്ലോ, നീ വേറെ ഒന്നിനും പോകണ്ട, നിനക്ക് ദൈവവിളിയാണ് ഉള്ളതെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അപ്പോൾ അവനും 9ാം ക്ലാസ് കഴിഞ്ഞ് 10ാം ക്ലാസ്സിലേക്ക് കയറിയ സമയമാണ് എൻ്റെ 3ാമത്തെ മകന് അലക്സ്. എന്നിട്ട് അങ്ങനെ അവർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവവിളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവന് അങ്ങനെ 10ാം ക്ലാസ്സൊക്കെ പാസ്സായി, +2 ഒക്കെ കഴിഞ്ഞ്. എന്നിട്ടും പുള്ളി ഇതിനെക്കുറിച്ചൊന്നും പറയുന്നൊന്നുമില്ല. സെമിനാരി പോണ കാര്യത്തെക്കുറിച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും. എന്നിട്ട് അവന് പറയും അന്നേരം പറയും സെമിനാരി പോകുന്നത് നിസ്സാര കാര്യമൊന്നുമല്ല, ഒത്തിരി പഠിക്കാനുണ്ട്, എന്നെക്കൊണ്ട് ഇതൊക്കെ പറ്റുമോ എന്നൊക്കെ അവൻ എന്നോട് പറയുന്നത്. അത് വലിയൊരു ഉത്തരവാദിത്തമുള്ള കാര്യമാണ്, നിസ്സാര കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ നിരുത്സാഹപ്പെടുത്തും അവന്. എന്നാലും അവൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാകുമായിരിക്കും. എൻ്റെ മനസ്സിൽ നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എന്തെങ്കിലും ദൈവം നിശ്ചയിക്കും പോലെ വരട്ടെ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ഒന്ന് ചൊല്ലി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവന് ടൂളാൻഡായി പഠിക്കണമെന്നും പറഞ്ഞിട്ട് മൂത്ത ജ്യേഷ്ഠൻ്റെ അവൻ്റെ അഭിപ്രായപ്രകാരം ആണ് ടൂളാൻഡായി പഠിക്കണം എന്നുള്ള ആഗ്രഹപ്രകാരം അവന് ആലപ്പുഴ അരൂര് പോയിട്ട് ടൂളാൻഡായി പഠിച്ച 4 വർഷത്തെ കോഴ്സാണ്. ആ കോഴ്സും കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു ജോലി, ചെറിയൊരു ജോലി, വലിയ ശമ്പളം എന്നുള്ള ജോലിയൊന്നുമല്ല, കോയമ്പത്തൂരിങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ഒപ്പയ്ക്ക് സുഖമില്ലാണ്ടായി. അത് ആ കൊറോണ ടൈമായിരുന്നു.
2020-21 ആ സമയത്തിലായിരുന്നു. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കൊറോണ വന്നു. കൊറോണ വന്നു കഴിഞ്ഞപ്പം എല്ലാവർക്കും വന്ന് ലാസ്റ്റ് വന്നത് എൻ്റെ ഭർത്താവിനാണ് വന്നത്. അപ്പോൾ ഞങ്ങൾക്കെല്ലാം കൊറോണ വന്ന് സുഖമായി. പക്ഷേ പുള്ളിക്കാരന് അത് കൊറോണ വന്ന് 6ാമത്തെ ദിവസം പുള്ളി മരിക്കുകയാണ് ചെയ്തത്. കാരണം ബൈപ്പാസ് എല്ലാം നേരത്തെ കഴിഞ്ഞ്, കണ്ണിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് പിറ്റേ വർഷം, അങ്ങനെ പല ശാരീരിക പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. രോഗപ്രതിരോധ ശക്തിയൊക്കെ കുറവായിരുന്നു. അപ്പം കൊറോണ വന്ന് 6ാം ദിവസം പുള്ളി മരിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവന് 3ാമത്തെ മകൻ അലക്സ് കോയമ്പത്തൂർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവനപ്പം തന്നെ അവിടുന്ന് സുഖമില്ലെന്ന് ഞാൻ ആസ്പത്രിയിലേക്ക് പോകുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞ്, പിന്നെ അപ്പയ്ക്ക് സുഖമില്ല, മൂത്തമാനോടും വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ ആശുപത്രിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ്. എന്നിട്ട് അവന് അവിടുന്ന് വരുമ്പം പപ്പ മരിച്ചു കഴിഞ്ഞിട്ടാണ് അവർ വരുന്നതും, മൂത്ത മകനും കുടുംബവും വരുന്നതും, 3ാമത്തെ മകനും വരുന്നത്. അവർ വരുമ്പോഴത്തേനും അപ്പം മരിച്ച്. എന്നിട്ട് പിന്നെ അവനിവിടെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ അതിന് മുമ്പ് ഉണ്ടായ തലേദിവസം മരിക്കുന്നതിൻ്റെ തലേദിവസമൊക്കെ രാത്രി 1:30 ആയപ്പം ഇങ്ങനെ പുള്ളിക്ക് ഓർക്കാനൊന്നും പറ്റുന്നില്ല. ഞാനും എന്തോ എനിക്ക് വല്ലാത്ത അസ്വസ്ഥയെ ഞാനിങ്ങനെ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുക. ഒരു ദിവസം ചെല്ലുന്നതിന് ഭക്ഷണമൊന്നും പുള്ളി കഴിക്കുന്നില്ല. ഭക്ഷണം കഴിക്കാണ്ടായപ്പോൾ ഞാൻ എത്ര നിർബന്ധിച്ചിട്ട് എന്തെങ്കിലും ഭക്ഷണത്തിന് രുചിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭക്ഷണം കഴിക്കുന്നില്ല. അപ്പോൾ മോനിങ്ങനെ പിന്നെ ബദാം, അണ്ടിപ്പരിപ്പ്, പിന്നെ അത് ഇത്തപ്പോഴൊക്കെ എല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഓരോന്ന് കഴിക്കുന്നൊക്കെ പറഞ്ഞാലും എനിക്ക് വേണ്ടാന്നും പറഞ്ഞിട്ട് പുള്ളി ഒന്നും കഴിക്കുന്നില്ല. വായിക്ക് രുചിയില്ല എന്നും പറഞ്ഞിട്ട് ഒരു സാധനവും കഴിക്കുന്നില്ല. അപ്പോൾ മരിക്കുന്നതിൻ്റെ തലേദിവസം രാത്രി ഒരു 1:30 മണിയായി. 1:30 മണിയായി കഴിഞ്ഞപ്പോൾ ഞാൻ പുള്ളി കിടക്കുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ എന്നോട് ഇങ്ങനെ പറയുക. പെട്ടെന്ന് അപ്പോൾ എന്തോ ഒരു കാര്യം എടുക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് അപ്പുറത്തെ മുറിയിലേക്ക് പോയിട്ട് വരുമ്പോഴത്തേനോട് പുള്ളി ഇട്ടുന്ന ഷർട്ടൊക്കെ പെട്ടെന്ന് ഊരി കളഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താ പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ ഓടി വന്ന് പിന്നെ പിടിച്ച് എണീപ്പിക്കാൻ നോക്കിയെന്ന് പറഞ്ഞാൽ എനിക്കെന്തോ വല്ലൊരു പരവേശം എടുത്തെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കെന്തോ പെട്ടെന്ന് തന്നെ ഒരു സെക്കൻഡ് ഷർട്ടൊക്കെ ഊരി കളഞ്ഞു. എന്നിട്ട് എനിക്ക് വല്ലാത്തൊരു വിഷമം, എന്തോ പറ്റി, എന്തോ ഒരു പന്തികേട് പോലെ എനിക്ക് തോന്നി. പിന്നെ ഷുഗറിനുള്ള മരുന്നൊക്കെ കഴിച്ച്, സാധാരണ ഡെയിലി കഴിക്കുന്ന മരുന്നുകളൊക്കെ കഴിച്ചിട്ടാണ് കിടന്നത്. എന്നിട്ട് വല്ലാത്തൊരു വിഷമവും എനിക്ക്. എന്നിട്ട് ദൈവമേ, എൻ്റെ മാതാവ് ഇതെന്താ വരാൻ പോകണമെന്ന് ഓർത്തിട്ട് എനിക്ക് വല്ലാത്തൊരു വിഷമം. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ്, പിന്നെ എങ്ങനെ ഒരു വെളിപാട് പോലെ പറയുമായിരുന്നുണ്ട്, നീ ജാഗ്രതയോടെ ഇരിക്കണം, എല്ലാ കാര്യങ്ങളും ആലോചിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് എന്നൊക്കെ എന്നോട് പറഞ്ഞു. പിന്നെ പിള്ളേരുടെ കാര്യമൊക്കെ പ്രത്യേകം നോക്കണം, പിന്നെ ട്രഷറിലെ കാര്യമൊക്കെ പറഞ്ഞ് എത്രയുണ്ടോ എന്നൊക്കെ ചോദിച്ചു. നിനക്ക് അറിയാവോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞതൊക്കെ എന്തിനാ അതൊക്കെ പറയേണ്ട കാര്യം എന്താ, അതൊന്നും ഇപ്പോൾ പറയണ്ട, അതൊന്നും പറയണ്ട എന്നൊക്കെ എന്നോട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞ് പിള്ളേരുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം, എല്ലാ കാര്യവും ആലോചിച്ച് വേണം, വളരെ ആലോചിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, എല്ലാ കാര്യത്തിലും ഒരു ജാഗ്രത വേണം എന്നോട് പറഞ്ഞു. ഇത് കണ്ടപ്പോൾ എനിക്കെന്തോ വല്ലാത്തൊരു ഉൾക്കിടലേ ഉണ്ടായി. ഞാൻ എന്നിട്ട് എൻ്റെ അമ്മ അതെന്താണ് വരാൻ പോകണമെന്നൊക്കെ ഓർത്ത് എനിക്ക് ഭയങ്കര സങ്കടം, വിഷമമായി. ഞാൻ വേഗം കൊന്തയെല്ലാം തുടങ്ങി. ഞാൻ എന്നിട്ട് വേഗം പുള്ളി കിടക്കുന്ന മുറി തന്നെ ഞാനും മോളും കൂടെ വന്ന് ഇരുന്ന്. മാനം നേരം 2ാമത്തെ മകനുണ്ട് വീട്ടിൽ. അവൻ പറഞ്ഞ് നമുക്കൊന്ന് ഇപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞ്, വേണ്ട രാവിലെ പോയാൽ മതി, ഇപ്പം എന്തായാലും പോകണ്ടെന്ന് പറഞ്ഞ് എത്ര നിർബന്ധിച്ചിന് പുള്ളി ആശുപത്രി പോകാൻ കൂട്ടാക്കിയില്ല. ഞാൻ എന്നിട്ട് എന്ത് കൊന്തയെല്ലാം തുടങ്ങി. 3-4 കൊന്ത ഞാൻ ചൊല്ലി, കരുണക്കൊന്ത ചൊല്ലി, വിശ്വാസപ്രമാണം ചൊല്ലി. എത്രയും മാതാവ് എത്രയോ തവണ ഞാൻ ചൊല്ലിയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കൊന്ത ചൊല്ലി, ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ഭാരമുണ്ട്, ഭയമുണ്ട്. എന്തോ ഒരു യഥാർത്ഥ എന്തോ സംഭവിക്കാൻ പോകുന്ന പോലത്തെ ഒരു അവസ്ഥ എൻ്റെ മനസ്സിൽ എന്നിട്ട് ഞാൻ എന്നോട് പറഞ്ഞു പോയി കിടന്നു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എനിക്ക് കിടക്കാൻ തോന്നിയില്ല. കിടന്നെങ്കിൽ എനിക്ക് ഒട്ടും ഉറക്കം വന്നില്ല. മോള് കിടന്ന് ഒന്ന് മയങ്ങിയെന്ന് തോന്നുന്നു. അപ്പോഴത്തേക്കും നേരം വെളുത്തപ്പോഴത്തേനും പുള്ളി 5:30 ആയപ്പോഴത്തേനും ഉറക്കം തെളിഞ്ഞു. 5:30 ആയപ്പോൾ ഉറക്കം തെളിഞ്ഞ് വേഗം പിന്നെ ഞാൻ പറഞ്ഞു, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാം, രാവിലെ പോകാമെന്നല്ലേ പറഞ്ഞ്, നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് വേഗം പിന്നെ പല്ലൊക്കെ തേച്ച് വന്ന് കഴിഞ്ഞിട്ട് ഞാൻ മരുന്നൊക്കെ കൊടുത്തു. അപ്പോൾ ഇൻസുലിൻ എടുക്കുന്നത്, ഗുളിക കൊണ്ടൊന്നും നിൽക്കുന്നില്ല, ഇൻസുലിൻ എടുക്കണേ. അപ്പോൾ എനിക്ക് ഇൻസുലിൻ എടുക്കാനൊക്കെ ഭയങ്കര പേടിയാണ്. എന്നിട്ട് പിന്നെ ഞാൻ തന്നെ എടുത്തോളാമെന്ന് പറഞ്ഞപ്പം പുള്ളി തന്നെ ഇൻസുലിനൊക്കെ എടുത്തു, സ്വന്തം ഇൻസുലിനൊക്കെ എടുത്തു. സമയം ഇപ്പോൾ 6 മണിയൊക്കെ ആകുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ പെട്ടെന്ന് പുള്ളി ഇൻസുലിൻ എടുത്തു, മരുന്നൊക്കെ കഴിച്ച്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇച്ചിരി എന്തെങ്കിലും ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു. ഭക്ഷണമൊന്നും വേണ്ട, എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാമെന്നും പറഞ്ഞിട്ട് വേഗം ഒരുങ്ങി ഹോസ്പിറ്റലിൽ ചെന്നു. ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്കൊന്നും ബുദ്ധിമുട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞ് പോകുന്ന വഴിക്ക് വെള്ളമൊക്കെ കുടിച്ചു. ഞാൻ മക്കളെയൊക്കെ വിവരം അറിയിച്ച്, മൂത്ത മകനും കുടുംബത്തിനൊക്കെ വേഗം അപ്പോൾ ആസ്പത്രിയിലാണ്, വേഗം വരാനൊക്കെ പറഞ്ഞ്. എൻ്റെ 2ാമത്തെ മകനാണ്, ജിജീഷാണ് കൂട്ടി പോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് പിന്നെ ഞാൻ വീൽ ചെയറിൽ, വണ്ടി ഇറങ്ങാനൊന്നും പറ്റുന്നില്ല, വീൽ ചെയറിൽ കൊണ്ടുപോയിട്ട് ഇരുത്തി വേഗം ഹോസ്പിറ്റലിൽ പരിശോധിച്ചു. ഡോക്ടർ പിന്നെ തലേദിവസം വന്ന ചീട്ടുകളൊക്കെ എടുത്തൊന്നും പരിശോധിച്ച് നോക്കിയതേ ഉള്ളൂ.
അപ്പോഴത്തേക്കും പിന്നെ ഞാൻ പറഞ്ഞ ഡോക്ടർ പറഞ്ഞു ഇങ്ങോട്ട് കയറി കിടക്കുക, ഞാൻ പരിശോധിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു. ആരും പിടിക്കാനൊന്നും സമ്മതിച്ചില്ല, തന്നെ കയറി കട്ടിലേ കിടന്നു. എന്നിട്ട് ഡോക്ടർ ഈ ചീട്ടുകളൊക്കെ ഇങ്ങനെ മറിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം പെട്ടെന്നുണ്ട് വല്ലാത്തൊരു പിന്നെ ഞാൻ ഡോക്ടറെ നോക്കിയിട്ട് തിരിച്ച് നോക്കുമ്പോൾ കാണുന്നത് പുള്ളിയുടെ കണ്ണ് മരിക്കാൻ പോകുന്നതാണ്. കണ്ണ് 3 പ്രാവശ്യം തുറന്ന് അടയുന്നതാണ് ഞാൻ കാണുന്നത്. മാതാവേ ചതിച്ചല്ലോ എന്നൊക്കെ എൻ്റെ മനസ്സിങ്ങനെ ഓർത്ത് ഞാൻ വല്ലാണ്ട് ഭാരപ്പെട്ട്. ഞാനും രണ്ടാമത്തെ മോനും മാത്രമേ ഉള്ളൂ കൂടെ. ഒരു സെക്കൻഡ് കൊണ്ട് മരിക്കുന്നതിന് 5 മിനിറ്റ് മുമ്പ് പുള്ളി തന്നെത്താനെ കൈയും കുത്തി കട്ടലിട്ട് കയറി കിടന്ന ആളാണ് പരിശോധനയ്ക്ക് വേണ്ടിയിട്ട്. 5 മിനിറ്റിനുള്ളിൽ മരിക്കുന്നതാണ് ഞാൻ കാണുന്നത്. പക്ഷേ രണ്ടാമത്തെ മോന് കൂടെ ഉണ്ടെങ്കിൽ അവനൊന്നും മനസ്സിലായില്ല. അപ്പം മരിക്കുക എന്നുള്ള കാര്യം അവന് മരണമൊന്നും കണ്ടിട്ടില്ല. അവന് മനസ്സിലായില്ല പപ്പ മരിക്കുക എന്നുള്ള കാര്യമൊന്നും അവന് ബോധ്യപ്പെട്ടില്ല. പിന്നെ ഞാൻ എന്നിട്ട് പുറത്തേക്ക് വന്നിട്ട് പിന്നെ അവനോട് പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങി പൊയ്ക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന കാര്യമൊക്കെ അവൻ പറയുന്നുണ്ട്. അന്നേരം പറഞ്ഞ് ഇനി എവിടെയും കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് അവന് കാര്യം മനസ്സിലായത്. അവന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവന് പുറത്തേക്ക് ഇറങ്ങി വന്ന് അങ്ങനെ ഇതറിഞ്ഞിട്ടാണ് എൻ്റെ മൂന്നാമത്തെ മകന് കോയമ്പത്തൂരും തിരിച്ച് വരുന്ന വഴിക്ക് അവനെല്ലാം പെട്ടിയെല്ലാം എടുത്തിട്ട് ഇനി ജോലിക്ക് പോകുന്നില്ല എന്ന മട്ടിൽ തന്നെ അവൻ വന്നു കഴിഞ്ഞ് അപ്പോഴത്തെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് സംസ്കാരം എല്ലാം കഴിഞ്ഞ് കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ഒരു 100 കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു. കൊറോണ ആയതുകൊണ്ട് വീട്ടിനടുത്തേക്ക് അങ്ങനെ വരുന്നില്ലല്ലോ. എന്നിട്ട് സംസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ മകൻ മൂന്നാമത്തവൻ ജോലിക്കൊന്നും പോയില്ല. കുറച്ച് കഴിഞ്ഞപ്പം അവൻ സ്വന്തം തീരുമാനം എടുത്ത് ഇനി ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല, ഇനി ഞാൻ സെമിനാരിൽ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പ് അപ്പ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ്റെ അടുത്ത് വന്ന് ഞങ്ങൾ കാണുകയൊക്കെ ചെയ്തു. ജേസനച്ഛൻ തന്നെ അച്ഛൻ്റെ അടുത്ത് വന്ന് ഞങ്ങൾ വന്ന് കാണുകയൊക്കെ ചെയ്തു. പിന്നെ ഇങ്ങനെ മകനിങ്ങനെ സെമിനാരിൽ പോണ കാര്യമൊക്കെ പിന്നെ അച്ഛൻ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ അങ്ങനെയാണ് മകൻ സെമിനാരിയിലേക്ക് പോയത്. അപ്പോൾ അങ്ങനെ എൻ്റെ മനസ്സിൽ വലിയൊരു ആഗ്രഹമാണ് പിന്നെ സെമിനാരിൽ പോകണം. ഇപ്പം അവൻ ഫിലോസഫി 3-ാം വർഷമാണ്. ഇനി എല്ലാ കാര്യം ദൈവത്തിൻ്റെ കയ്യിലാണ്. ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങളൊക്കെ ദൈവം തീരുമാനിക്കട്ടെ. ഞാൻ എല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് ഞാൻ വിട്ടുകൊടുക്കുകയാണ്. മാതാവ് വഴി എനിക്ക് കിട്ടിയ ചെറുതും വലുതുമായിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. പണ്ടത് ഞാൻ ജോലി കിട്ടാത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. കിട്ടാത്തതിന് ഭയങ്കര സങ്കടം വിഷമമൊക്കെയാണ്. അതൊക്കെ പിന്നെ വിട്ടു. പിന്നെ അന്ന് ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളൊന്നും പാഴായി പോയിട്ടില്ല എന്ന് എനിക്ക് പിന്നീടുള്ള എൻ്റെ ജീവിതത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടു. എനിക്ക് ജോലി കിട്ടിയിട്ടില്ലെങ്കിലും എൻ്റെ മക്കൾ വഴി അവർക്ക് ജോലി കിട്ടി. ദൈവം അവരെ അനുഗ്രഹിച്ച് പരിശുദ്ധ അമ്മ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് ജോലി കിട്ടിയത് ഇതെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. മൂത്ത മകനും അവൻ്റെ ഭാര്യയ്ക്കും ജോലിയുണ്ട്. രണ്ടാമത്തെ മകനും ജോലിയായി. ഇനി മറ്റുള്ള മക്കൾക്ക് അന്ന് ഒരു പ്രാർത്ഥനയും പാഴായി പോകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ അനുഭവം. എനിക്ക് കിട്ടിയില്ലെങ്കിലും എൻ്റെ മക്കൾക്ക് കിട്ടി. അതിലെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ചാൽ ഏത് കാര്യവും സാധിച്ചു കിട്ടുമെന്നുള്ളൊരു പൂർണ്ണ ബോധ്യം. പിന്നെ ഞാൻ ഈ കൃപാസനത്തിലൊക്കെ പോകുന്നതുകൊണ്ട് ഒരിക്കലും അച്ഛൻ്റെ കൃപാസനത്തിലെ ജോസഫ് അച്ഛൻ്റെ ഒരു ടോക്ക് കേൾക്കാൻ, ഒരു ഉടമ്പടി ധ്യാനം ഞാൻ സ്ഥിരം കേൾക്കുന്നതാണ്. ഉടമ്പടി എടുത്തവർക്ക് ദിവസം കേൾക്കണം. അപ്പോൾ ഞാനിങ്ങനെ കേട്ടത് എനിക്ക് വലിയൊരു പ്രചോദനമായിട്ട് തോന്നിയത്, അച്ഛനെ ഇങ്ങനെ ഒരു കാലത്ത് ഇങ്ങനെ ജപമാല ഇങ്ങനെ ചൊല്ലുമായിരുന്നു. 40 കൊന്തയൊക്കെ ചൊല്ലുമായിരുന്നെന്ന് അച്ഛൻ. പിന്നെ ബൈബിൾ വായിക്കും, കൊന്ത ചൊല്ലും. 40 കൊന്തയൊക്കെ ചൊല്ലിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അതിശയായി. ഒരു വൈദികനായിരുന്നിട്ടും പിന്നെ ശരിക്കും പറഞ്ഞാൽ അത്രയൊന്നും ചെല്ലേണ്ട ആവശ്യമില്ല എന്നൊക്കെ എൻ്റെ മനസ്സിൽ തോന്നിയതാണ്. കുർബാന ചൊല്ലണം, അവർക്ക് ദൈനംദിന കാര്യങ്ങളുണ്ട്, അതാത് സമയത്തെ പ്രാർത്ഥനകളുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് മറ്റു പല കാര്യങ്ങളും അവർക്കുണ്ട്. പക്ഷേ ഒരു 40 കൊന്തയൊക്കെ ഒരു ദിവസം ചൊല്ലുക, പിന്നെ ബൈബിൾ വായിക്കുക, അങ്ങനെ കുറേ നാൾ അങ്ങനെ അച്ഛൻ അങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നെന്ന് അതെനിക്ക് വല്ലാത്തൊരു പ്രചോദനമായിപ്പോയി. അപ്പോൾ എന്തിനാണ് അച്ഛൻ ഇത്രയും കൊന്തയെല്ലാം ചൊല്ലിയതെന്നൊക്കെ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഓർത്തു. അപ്പോൾ ഈ കൊന്ത കൊണ്ട് ജപമാല വഴി നമുക്ക് സാധിക്കാത്ത ഒരു കാര്യവും ഇല്ലെന്നുള്ളതാണ്. മാതാവ് പരിശുദ്ധ അമ്മ പിന്നെ കൃപാസന മാതാവ് അച്ഛന് പ്രത്യക്ഷപ്പെട്ടതാണല്ലോ, പിന്നെ അൽത്താരെ പ്രത്യക്ഷപ്പെട്ടതാണല്ലോ ഒരു ആരാധന മധ്യം. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് അന്നത്തെ അച്ഛനാ ചൊല്ലിയ പ്രാർത്ഥനകൾ അതൊന്നും വലുമായി പോയില്ല. ജീവനോടെ മാതാവ് ആ അൽത്താരയിൽ പ്രത്യക്ഷപ്പെട്ട അച്ഛന് ആരാധന മധ്യേ അത് വലിയൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് കൂടുതൽ ആവേശമായി. നമ്മൾ എത്ര കൊന്ത ചൊല്ലിയാലും പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹങ്ങളൊക്കെ ഏതെല്ലാം വഴിക്കൂടെ വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അത്രമാത്രം നമ്മൾ മാതാവിനോട് ചേർന്ന് നിന്നാൽ അത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ മക്കളുടെ മക്കൾക്കോ വലിയൊരു അനുഗ്രഹമായിട്ട് മാറുമെന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ടായി. വാഴവറ്റ പാക്കം സെൻ്റ് ആന്നീസ് ദേവാലയം, ഈ ദേവാലയം നിരവധി അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു ദേവാലയമാണ്. എല്ലാ ചൊവ്വാഴ്ചകളിലും ഇവിടെ വൈകിട്ട് വിശുദ്ധ അന്തോണീസിൻ്റെ നാമധേയത്തിൽ വിശുദ്ധ കുർബാനയും നൊവേനയൊക്കെ അർപ്പിക്കപ്പെടുന്നു. ഒരുപാട് വിശ്വാസികൾ ഈ ദേവാലയത്തിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയോടുള്ള വിശ്വാസം പ്രകടിപ്പിക്കാനും ഒരുപാട് തീർത്ഥാടകർ
ഈ ദേവാലയത്തിലേക്ക് വരുന്നുണ്ട്. അവരോരോരുത്തരും അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഒരുപാട് സാക്ഷ്യങ്ങൾ, അത്ഭുത സാക്ഷ്യങ്ങൾ ഇവിടെ പറയുന്നുമുണ്ട്. ഇവിടെ ഈ സാക്ഷ്യം പറഞ്ഞ പ്രിയങ്കരിയായിട്ടുള്ള മേരി ചേച്ചിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം ദൈവവിശ്വാസവും ദൈവസ്നേഹവും ഒക്കെ പ്രകടിപ്പിക്കുന്ന ഒരു കുടുംബമാണ് ഈ ചേച്ചിയുടെ കുടുംബം. ഈ ചേച്ചിയുടെ പ്രത്യേകതകളൊന്ന്, എല്ലാ ദിവസവും മുടങ്ങാതെ രാവിലത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ചേച്ചിയും മകളും വരുമെന്നുള്ളതാണ്. മേരി ചേച്ചിയുടെ ജീവിതത്തിൽ ജീവിതനാൾ വഴികളിൽ ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ ലഭിച്ചതായിട്ട് മേരി ചേച്ചി പറഞ്ഞിട്ടുണ്ട്. യൂണിറ്റ് പ്രാർത്ഥനകളിലൊക്കെ വന്നു കഴിയുമ്പോൾ ഓരോരോ അനുഭവങ്ങൾ, ദൈവാനുഭവം, അവരുടെ ജീവിതത്തിലുണ്ടായ സാഹചര്യങ്ങൾ പല ആവർത്തി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ പ്രത്യേകമായുള്ള അവസരത്തിൽ മേരി ചേച്ചിയുടെ കുടുംബത്തിന് എല്ലാവിധ നന്മകളും ദൈവാനുഗ്രഹങ്ങളും നേരുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. നീ എൻ്റെ വെളിച്ചം, ജീവൻ്റെ തെളിച്ചം, നീ എന്നഭയമല്ലേ അമ്മേ, നീ എന്നഭയമല്ലേ. നീ എൻ്റെ വെളിച്ചം, ജീവൻ്റെ തെളിച്ചം, നീ എന്നഭയമല്ലേ അമ്മേ, നീ എന്നഭയമല്ലേ. എൻ്റെ ഹൃദയം തളരും നേരം എനിക്കു താങ്ങായി നിൽക്കണമേ. എൻ്റെ ഹൃദയം തളരും നേരം എനിക്കു താങ്ങായി നിൽക്കണമേ. നിന്റെ ദയാ തൻ കൽപ്പടവിൽ നീ എന്നെ ഇരുത്തണമേ. അമ്മേ, കനിവിൻ